ഇതിലെന്താ വസ്തുത? നമ്മളത് എന്താ നിങ്ങളിങ്ങനെ ചോദിക്കുന്നത്? ഇ ഡിയുടെ പേരിലാണ് ഈ വാർത്ത വരുന്നത് പത്രങ്ങളിൽ. അപ്പോൾ ഇ ഡി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കറിയുന്ന കാര്യമല്ല. നമുക്ക് CPM എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് അറിയില്ല. ഇ ഡിയുടെ പേരിലാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ അത് മിക്കവാറും മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് പത്രങ്ങൾ, മാതൃഭൂമി, മനോരമ പത്രങ്ങളാണ് ഇത് കൊണ്ടുപിടിച്ച ഒരു പ്രചരണം. CPMനെതിരായിട്ട്, ഞങ്ങൾക്കെതിരായിട്ട് വളരെ ബോധപൂർവം. എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യണതെന്ന് നമുക്കറിയില്ല. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത, ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ട് എന്ന നിലയിൽ എന്തും പറയാം, എന്തും എഴുതിവിടാം എന്ന ഒരു നിലയാണ്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച്, CPMനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും വളരെ സുതാര്യമായ രീതിയിലാണ്. പ്രത്യേകിച്ച് അതിൻ്റെ അക്കൗണ്ട് സംബന്ധമായിട്ടുള്ള വിവരങ്ങളൊക്കെ നമ്മൾ എല്ലാ വർഷവും അത് കൃത്യമായി ഓഡിറ്റ് ചെയ്ത്, ഓഡിറ്റ് റിപ്പോർട്ട് ഉൾപ്പെടെ ആദായ നികുതി വകുപ്പിനും അതുവഴി ഇലക്ഷൻ കമ്മീഷനും കൊടുക്കുന്നതാണ്. അത് പാർട്ടി സംവിധാനം ഞങ്ങൾ ജില്ലാ കമ്മിറ്റി നമ്മുടെ വരവ് ചെലവ് കണക്ക് അത് ഓഡിറ്റ് ചെയ്തിട്ട് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് കൊടുക്കുന്നു. അവരത് കേന്ദ്ര കമ്മിറ്റിക്ക് കൊടുക്കുന്നു, സംസ്ഥാന കമ്മിറ്റി. കേന്ദ്ര കമ്മിറ്റി ആദായ നികുതി വകുപ്പിനും അതുപോലെ പിന്നെ ഇലക്ഷൻ കമ്മീഷനും അതുവഴി കൊടുക്കുന്നത്. ഇത് വളരെ സുതാര്യമായിട്ടുള്ള സംഭവമാണ്. ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ, തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ 17 ഏരിയ കമ്മിറ്റികളാണുള്ളത്. ആ ഏരിയ കമ്മിറ്റികളുടെ അക്കൗണ്ട് സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ അത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് സംബന്ധമായിട്ട് എന്താ ഹിഡൻ അജണ്ട അല്ലെങ്കിൽ ഹിഡൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഹിഡനായിട്ട് വരുന്നത്? അക്കൗണ്ട് അല്ലേ. അതിലെന്തിട്ടാണ് പിന്നെ ഹിഡൻ എന്ന് പറയുന്നൊരു സംഭവം വരുന്നത്? നമുക്ക് ഇത് മനസ്സിലാകുന്നില്ല. പിന്നെ സ്വത്ത് സമ്പാദിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ അഴീക്കോടൻ സ്മാരക മന്ദിരം എത്ര മനോഹരമായ ഒരു ഓഫീസാണ്. ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കുന്നു. ഏതാവശ്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഫണ്ട് ശേഖരിക്കുന്നത്, ആ ആവശ്യം നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. അതിന് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ആരെങ്കിലും വെറുതെ, ഇതൊന്നും ജനങ്ങളുടെ ഇടയിൽ വില പോകുന്ന കാര്യമല്ല. ഒരു മനുഷ്യനും ഇത് വിശ്വസിക്കില്ല. കാരണം അത്രയും പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ കാര്യങ്ങൾ അത് അടിമുടി വളരെ സുതാര്യമായിട്ട് അത് ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും അറിയാം. ഇപ്പോൾ ഞങ്ങളൊരു ഫണ്ട് പിരിവ് ആ നിലയിൽ ജനങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ അവരത് പാർട്ടിയോട് സഹകരിക്കുന്നു. എന്തുകൊണ്ട് സഹകരിക്കുന്നു? ജനങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അതുവരെ നീട്ടാനുള്ള ശ്രമം. എന്താ തർക്കം? ഇതിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് ഏത് വിധേനയും LDFനെ പരാജയപ്പെടുത്താൻ കഴിയുമോ? LDFനെതിരായി, ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായി, പ്രത്യേകിച്ച് CPIMനെതിരായിട്ടുള്ള കരുതി കൂട്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. വല്ലാത്ത നില സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇതൊന്നും നാട്ടിൽ വില പോവില്ല, ജനങ്ങൾ അംഗീകരിക്കില്ല. നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത രീതിയിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ ED പറയുന്നത്. അല്ല, നിരവധി രഹസ്യ അക്കൗണ്ടുകൾ എന്നൊക്കെ പറയുന്നത്. അവർ പറയുന്നതാണ്. അവർ പറഞ്ഞാലും ആര് പറഞ്ഞാലും അത് ശരിയല്ല. ED ഇപ്പോൾ 2 ഏറ്റവും പ്രധാന കുറ്റവാളികളെയാണ് മാപ്പ് സാക്ഷികളാക്കിയിട്ടുള്ളത്. ഇവരുടെ പേരിലൊക്കെ CPM നടപടിയെടുത്തിട്ടുള്ളതാണ്. വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അവിടെ കരുവന്നൂർ ബാങ്കിന് എത്രയോ തവണ നമ്മൾ ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ സാമ്പത്തിക രംഗത്ത് അതിൽ കുറ്റക്കാർക്കെതിരായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടല്ലോ പാർട്ടി. അതാണ് പാർട്ടിക്ക് ചെയ്യാൻ കഴിയും. തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നതോടുകൂടി കൂടുതൽ നേതാക്കളെ വിളിക്കാനുള്ള സാധ്യതയുണ്ടല്ലേ? അത് നമുക്ക് പ്രതീക്ഷിക്കാം. CPMനെതിരെ, CPM നേതാക്കന്മാർക്കെതിരെ കരുതി കൂട്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള നുണകളാണ് ഈ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും നാട്ടിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. പ്രധാനമന്ത്രി വരുന്നു പോകണു, അതിനെക്കുറിച്ച് നമ്മൾ എന്ത് പറയാനാണ്? നമ്മുടെ നാടിൻ്റെ പ്രധാനമന്ത്രി ഇപ്പോൾ തൃശ്ശൂർ ഒരാഴ്ച, ഒരു മാസത്തിനുള്ളിൽ 2 പ്രാവശ്യം വന്നു അല്ലേ? അതുകൊണ്ട് അത് അവർക്കൊരു നഷ്ടക്കച്ചവടമായിട്ട് കലാശിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒന്നും സംഭവിക്കില്ല. അത് അവർക്ക് BJPയെ സംബന്ധിച്ച്, പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് ഒരു നഷ്ടക്കച്ചവടത്തിലാണ് ഈ സംഭവത്ത് എന്നാണ് ഞാൻ കരുതുന്നത്. അത് അതാണ് അയാൾ അയാൾക്ക് വേണ്ടിയും പ്രചരണം നടത്തുകയല്ല, UDFന് വേണ്ടിയല്ല അയാൾ പറയണത്, BJPക്ക് വേണ്ടിയാണ് വാസ്തവത്തിൽ പറയുന്നത്. അത് അയാൾക്ക് മനപ്പായസം ഉണ്ടാകും. എന്താ സംഭവം എന്നറിയാം. BJP UDF തമ്മിലാണ് തൃശ്ശൂർ മത്സരം എന്ന് കണ്ണിന് കാഴ്ചയുള്ളവർ, ഒരു ശരാശരി ബോധമുള്ളവർ അങ്ങനെ പറയുമോ? ഒരിക്കലും പറയില്ല. അപ്പോൾ ആ
പ്രതാപിൻ്റെ ആ പ്രതികരണം നമ്മൾ നോക്കുമ്പോൾ ഞാനത് ശ്രദ്ധിച്ചാണ്. അയാൾ ഒരർത്ഥത്തിൽ BJPക്ക് വേണ്ടി പ്രചരണം നടത്തുക, UDFന് വേണ്ടിയല്ല, കോൺഗ്രസിന് വേണ്ടിയല്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്കറിയാം എന്താ സംഭവിക്കാം. ആര് തൃശ്ശൂരിനെ സംബന്ധിച്ചിപ്പോൾ LDF മത്സരിക്കും CPയുടെ സ്ഥിരം. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ സ്വതന്ത്രന്മാരെ അല്ലെങ്കിൽ പൊതുസമൂഹം അംഗീകരിക്കുന്നവരെ പരിഗണിക്കുക എന്നുള്ളത് എക്കാലത്തും CPMൻ്റെ നിലപാടാണ്, LDFൻ്റെ നിലപാടാണ്. പക്ഷേ തൃശ്ശൂരിനെ സംബന്ധിച്ചിപ്പോൾ കഴിഞ്ഞകാല അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന്. ആലത്തൂർ നിലവിലുള്ള മന്ത്രി മത്സരിക്കാൻ സാധ്യതയുണ്ടോ? ഇത് ഇങ്ങനെ ചോദിച്ചാൽ എനിക്കതിന് ഉത്തരവില്ല. അത് നിങ്ങൾ വെറുതെ നമ്മളെ അതൊക്കെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, അവരൊക്കെ എല്ലാവരും. ഞാൻ ചോദിക്കാൻ കാരണം വേറെ ഒന്നും ഉണ്ടല്ല, ഒരു തവണ നഷ്ടപ്പെട്ടതാണല്ലോ. അതൊക്കെ അവിടെ CPM വിജയിക്കും, LDF വിജയിക്കും, ഒരു സംശയമില്ല. ഒരു പ്രാവശ്യം പരാജയപ്പെട്ടു എന്നതിൻ്റെ പേരിൽ അത് LDFൻ്റെ മറ്റേ ഉറപ്പുള്ളൊരു സീറ്റാണ് ആലത്തൂർ മണ്ഡലം. അത് നല്ല, ആലത്തൂർ മാത്രമല്ല തൃശ്ശൂർ, ചാലക്കുടി, 3 മണ്ഡലങ്ങളും തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം LDFന് സാധ്യതയുള്ളതാണ്, നല്ല സാധ്യതയുള്ളതാണ്, നല്ല വിജയം കൈവരും. ഈ ചാലക്കുടി എപ്പോഴും ഒരു പൊതുസമാധാനത്തെ ഇടുന്ന പൊതുപരിപാടി ഉണ്ടല്ലോ, അത് തവണ അങ്ങനെ തന്നെയായിരിക്കും. സംബന്ധിച്ച് എന്നോട് ചോദിച്ചാൽ എനിക്കതിനെക്കുറിച്ച് ഉത്തരം പറയാൻ പറ്റില്ല. പാർട്ടി സംസ്ഥാന കമ്മിറ്റി, കേന്ദ്ര കമ്മിറ്റി അവരൊക്കെയാണല്ലോ അതിൽ ഒരു നിലപാടെടുക്കേണ്ടത്, സമീപനം സ്വീകരിക്കേണ്ടത്. എങ്ങനെ ഏത് എന്ന കാര്യം സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ തീരുമാനിക്കേണ്ട ചുമതല അവർക്കാണ്. അതവർ വൃത്തിയായിട്ട് കൃത്യമായിട്ട് ചെയ്യും. LDF ജയിക്കും, അതിനൊരു സംശയം. ഇത് വെറുതെ പറയുന്നതല്ല, അത് നമ്മുടെ അനുഭവമല്ലേ. വെറുതെ എന്തെങ്കിലും പറഞ്ഞ് നാട്ടിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ, പൊട്ടന്മാരാക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. എന്താ സംശയം? എന്താണ് ഈ കക്ഷി അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു മനുഷ്യനും തീരുക എന്തെങ്കിലും ആവട്ടെ, ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഇതല്ലാതെ ഇതിനപ്പുറത്തും പറയേണ്ട കാര്യം. ന്യൂനപക്ഷങ്ങൾ, നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ അങ്ങേറ്റം ഭയവിഹുലര, വല്ലാത്തൊരവസ്ഥയല്ലേ അത്. മുസ്ലിം ന്യൂനപക്ഷമായാലും ക്രിസ്ത്യൻ, ഇപ്പോൾ മണിപ്പൂരിലെ ഇഷ്യൂ നമുക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഇന്ത്യ രാജ്യത്ത്, നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ അങ്ങേറ്റം വല്ലാത്തൊരവസ്ഥയെ ഈ ഹിന്ദുത്വ ശക്തി, RSS, സംഘപരിവാര ശക്തികൾ, അവരിൽ നിന്നുള്ള ഭീഷണി ചെറുതാണോ? അല്ല. ഇതിനെ സംബന്ധിച്ചൊക്കെ ന്യൂനപക്ഷങ്ങൾ നല്ല ബോധ്യമുള്ളവരാണ്. അവർ ഇടതുപക്ഷ മതേതര ശക്തികൾക്കൊപ്പം ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അണിനിരക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്താണ് ഈ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. അത് എന്തൊക്കെയോ അവർ ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാൻ ആളല്ല. അങ്ങനെ പറയുന്നതിൽ ഒരു വൃത്തിയില്ല, ഒരു ശരിയില്ല എന്നാണ്. നമ്മൾ നമ്മുടെ കാര്യം പറയാം, ജനം തീരുമാനിക്കട്ടെ, ജനങ്ങൾ തീരുമാനിക്കട്ടെ. അതിപ്പോൾ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടോ? വ്യക്തമാക്കിയിട്ടുള്ള കാര്യമല്ലേ. EDയുടെ നീക്കങ്ങൾ ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടും, നിയമപരമായി നേരിടും. അതാണ് അത്. അല്ലാതെ ഞങ്ങൾക്കതിലൊന്നും ഒരു ആശങ്കയില്ല. CPMൻ്റെ ഒരു ഒറ്റ ആളെ സംബന്ധിച്ചും യാതൊരു ആശങ്കയില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്കൊന്നും മറച്ചു വയ്ക്കാനില്ല. ഹിഡനായിട്ടുള്ള ഒരു സംഭവവും ഞങ്ങളുടെ സംബന്ധിച്ച്, CPMനെ സംബന്ധിച്ച്, ഞങ്ങളെ ആരെയും സംബന്ധിച്ചുമില്ല.